അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു യാത്രാ വീഡിയോ ആണ് കേട്ടോ. പക്ഷെ എപ്പോഴും പോകുന്ന പോലെ മംഗലാപുരത്തേക്കല്ല, പക്ഷെ ട്രെയിനിനാണ്. സ്കിപ്പ് ചെയ്ത് കാണാം. പിന്നെ ഈ വീഡിയോയിൽ എനിക്ക് പറ്റിയൊരു അനുഭവം കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴത്തെ പോലെ തന്നെ ട്രെയിൻ കയറാൻ കണ്ണാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങളുടെ അടുത്ത് കണ്ണാവൂരാണ്. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. എവിടെയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ പോകുന്നത് ഷാമില്ല കേട്ടോ. എപ്പോഴും ഷാമിൻ്റെ കൂടെയാണ് അധികം കാസർഗോഡ് മംഗലാപുരത്തേക്കൊക്കെ പോക്ക്. പക്ഷേ ഇത് കാസർഗോഡ് മംഗലാപുരമല്ലല്ലോ, ഇത് കോഴിക്കോടാണല്ലോ. അപ്പോൾ അനിയത്തിമാരുമാണ് കേട്ടോ. അനിയത്തി ഭർത്താവും ഉണ്ട്, രണ്ട് അനിയത്തിമാരും ഉണ്ട്. അപ്പം കാസർഗോഡേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നാൽ മതി. ഇത് രണ്ടിലാണ് കേട്ടോ. പേണി കയറിയിട്ട് അപ്പുറം കിടക്കണം. ഞാൻ കിടന്നു. കുറച്ച് ടൈമുണ്ട് കേട്ടോ ട്രെയിനിന്. സമയമുണ്ട്, വരാനായിട്ടില്ല. അപ്പോൾ ട്രെയിൻ വന്നു. ട്രെയിൻ വരുമ്പോൾ നമ്മൾ എത്ര ദൂരത്താണ് നോക്കിയാൽ. തിരിച്ച് വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ എങ്ങനെയാണ് കയറുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിന് ഭയങ്കര ആളായിരുന്നു. നമുക്ക് ഇരിക്കാൻ പോലും നേരത്തെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം പുറത്തെ കാഴ്ചകളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ട്രെയിൻ ഇറങ്ങിയിട്ട് എന്താണെന്നറിയോ, ശരിക്കും പറഞ്ഞാൽ നടക്കണ്ട നിന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ തനിയെ പുറത്തേക്ക് അല്ലാതെ എത്തിക്കും. അത്രയും ആളുണ്ടായിരുന്നു. പുറത്തിറങ്ങി നമ്മൾ ഓട്ടോക്ക് വന്നു. എന്നുവെച്ചാൽ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ കയറി ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. എവിടെ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇത്ര ഹോസ്പിറ്റലിലേക്കാണ്. അപ്പം 2 ഓട്ടോക്കാണ് പോകേണ്ടത് കേട്ടോ. 4 ആൾ ഒന്നിച്ച് കയറ്റില്ല. അപ്പോൾ 2 ഓട്ടോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല. ലാസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഞങ്ങൾ ഓട്ടോക്ക് പോയത് ഈ ഹോസ്പിറ്റലിലേക്ക് 2 വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാർക്ക് എന്തായാലും അറിയാമല്ലോ, ഇവിടെ അടുത്താണ് ഞങ്ങൾ കൊണ്ടുപോയത്. ചുറ്റിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. മുമ്പ് ഉമ്മയൊക്കെ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഫോൺ വിളിച്ചുകൊണ്ടുണ്ട്, അവിടെ അടുത്താണ് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞിട്ട് കുറച്ച് പോകാനുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ഞങ്ങൾക്ക് എത്തിയിട്ട് എത്തുന്നില്ല, കുറച്ച് ദൂരത്ത് തന്നെ. അപ്പോൾ നമ്മൾ ഉമ്മ പറഞ്ഞ ഹോസ്പിറ്റലല്ലായിരിക്കും, നമ്മൾക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല, കുറച്ച് ദൂരമുണ്ട് പോകാനെന്നൊക്കെ. അപ്പോൾ അനിയത്തി ഭർത്താവും പിന്നെ വേറൊരു ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ അവർ നമ്മൾക്ക് ശേഷമാണ് കേട്ടോ ഓട്ടോ കയറിയത്. നമ്മൾ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഹോസ്പിറ്റലിൽ എത്തിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മളൊക്കെ മുന്നിൽ എങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി, ഞങ്ങൾ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞത് 2 വഴിയുണ്ട്. അവർ പിന്നെ വേഗം എത്തുന്ന വഴി അപ്പുറത്തേക്കൂടെയുള്ള വഴി, നമ്മൾ ഇപ്പുറത്ത് കുറച്ച് ചുറ്റിയിട്ടുള്ള വഴിയാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോയത്. പിന്നെ അതിൽ പൈസയും വ്യത്യാസമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 120 ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ 120 റുപ്യാണ് കേട്ടോ വാങ്ങിയത്. അതേപോലെ തന്നെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഹോസ്പിറ്റലൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ ഇതേപോലത്തെ ഒരു അനുഭവം കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഒരു വലിയ റെസ്റ്റോറൻറ്റ്, പിന്നെ ഒരു വലിയ എന്താ പറയുക ഹോട്ടലിലൊക്കെ പോയ പോലത്തെ ഫീലാണ് കേട്ടോ. അടിപൊളി സ്റ്റൈലുള്ള ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ കാണാനൊക്കെ നല്ല ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ പുറത്ത് ഹോസ്പിറ്റൽ ഭംഗി നോക്കിയ ഫോട്ടോ എടുക്കാനും അതിനെ പറ്റി നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നാളെ എത്തുമ്പോൾ അനിയത്തിയും ഭർത്താവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ എടുത്തതായിരുന്നു. പക്ഷെ എന്നാലും അവിടെ കാണിക്കണം കേട്ടോ നമുക്ക് എത്ര മണിക്കൊന്നും ഏത് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര മണിക്കൊക്കെ എത്തണം എന്നൊക്കെ. പക്ഷേ ചീട്ടെടുക്കണമല്ലോ. അങ്ങനെ ചീട്ടൊക്കെ എടുത്ത് മുകളിലാണ് കേട്ടോ റൂം. ഡോക്ടർമാരെ റൂമൊക്കെ മുകളിലാണ്. താഴെ മെഡിക്കൽ ഷോപ്പുണ്ട്, പിന്നെ ക്യാൻറ്റീൻ ഉണ്ട്, ബാത്റൂം. പിന്നെ താഴെയുള്ളത് വേറെ റൂം, സൈഡ് റൂമുണ്ട്. നല്ല സൈഡ് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പോൾ സൈഡിലേക്ക് കേട്ടോ പോയിന്. പിന്നെ വിദേശികൾക്ക് വേറെ തന്നെ റൂമൊക്കെയാണ് കേട്ടോ, ഡോക്ടർ റൂമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചീട്ടൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോകാം കേട്ടോ. ഞാൻ ഇപ്പോൾ എനിക്ക് ചിരി വരുന്നിട്ട് അനിയത്തിക്ക് എല്ലാത്തിനും പേടിയാണ് കേട്ടോ. ഇതിൽ കയറാനും കൂടി പേടിയാണ് അനിയത്തിക്ക്. ഒക്കെ ഏടെ വാഹനത്തിലായാലും ഏടെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഡോക്ടർ വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു കേട്ടോ. കൗൺസിലിങ്ങിന് പോയിട്ടായില്ലേ, റൂമിലേക്ക് പോയിട്ടായില്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഡോക്ടറെ. വെയിറ്റ് ചെയ്ത് കുറേ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ വരാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ കാത്തിരുന്ന് ലാസ്റ്റ് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ചായ കുടിക്കാൻ കേട്ടോ. അതിൻ്റെ മുകളിൽ തന്നെ കഫേ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ചായ കുടിക്കാനുണ്ട്. നല്ല ചായ കേട്ടോ. ചായയും ഒരുപാട് വെറൈറ്റി കടികൾ കേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ ഇത്രയും സമയം നമ്മൾ ഡോക്ടറെ അടുത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കാണ് കേട്ടോ ഡോക്ടർ വന്നത്. അങ്ങനെ ചായയുടെയും കഴിഞ്ഞു. ഡോക്ടറെ കാണിക്കുകയും ചെയ്തു. മരുന്നൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ ഫുഡ്. അടിപൊളി ഫുഡായിരുന്നു.
നല്ല റേറ്റും ഉണ്ട്, അടിപൊളി ഫുഡുമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചത്. അടിപൊളി ചോറും കറിയൊക്കെയാണ്. ഒരുപാട് തരം കറികളും ചോറൊക്കെയാണ് കേട്ടോ, നല്ല ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞത് ഇതിലേ കൂടെയാണ്, പക്ഷെ പോകുന്നത് ഇപ്പുറത്തെ ഗേറ്റിൻ്റെ ഇതിൽ കൂടെയാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തേക്ക് കൂടെ പോകാൻ വഴിയുണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിന് മുന്നത്തെ കുറച്ച് കാഴ്ചകളൊക്കെ. നമുക്ക് ഓട്ടോ വന്നു, ഓട്ടോക്ക് ഞങ്ങൾ പോകാൻ കേട്ടോ. ഞങ്ങൾ നേരെ പോകുന്നത് നമുക്ക് ട്രെയിനിന് സമയമുണ്ട്, ട്രെയിൻ വരാനായിട്ടില്ല. പിന്നെ നമുക്ക് മുട്ടായി തെരുവ്, കോഴിക്കോട് പോയിട്ട് മുട്ടായി തെരുവിലൊന്ന് പോയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞു നമുക്ക് മുട്ടായി തെരുവ് പോകാൻ പറഞ്ഞിട്ട് അവിടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മുട്ടായി തെരുവിലേക്കാണ് കേട്ടോ പോകുന്നത്. പക്ഷേ ഞങ്ങൾ പോകുമ്പം ഓട്ടോറിക്ഷയ്ക്ക് ചുറ്റിപ്പോയത് 120 രൂപയാണ് കേട്ടോ ഞങ്ങളോട് വാങ്ങിയത്. തിരിച്ച് വരുമ്പോഴാണ് 170 റുപ്യാണ് കേട്ടോ ഞങ്ങളോട് വാങ്ങിയത്. പക്ഷേ എല്ലാ ഓട്ടോക്കാരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അറിയാത്ത സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ മേടിക്കുന്നതായിരിക്കും. ഇതാണ് കേട്ടോ മുട്ടായി തെരുവ്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്നിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതിൽ കൂടെ നടക്കാമെന്നുണ്ട്, ഇവിടെ അടുത്തല്ലേ, നടക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വലുതായിട്ടൊന്നും അങ്ങനെ ഇഷ്ടമായിട്ടില്ല, ചെറിയൊരു അവസ്ഥ അറിയില്ലേ, ചെറുതായിട്ടുള്ള മുട്ടായി തെരുവ് പോയി. പിന്നെ അലുവ മേടിക്കണം, മുട്ടായി തെരുവ് പോയി കോഴിക്കോട് പോയിട്ട് അലുവ മേടിക്കാതെ തിരിച്ചു വരത്തില്ലല്ലോ അല്ലേ. ഞങ്ങൾ അലുവയൊക്കെ മേടിച്ചു. ഈ അലുവ കടയിൽ കയറിയപ്പോൾ ഓരോ അലുവ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നത്, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടും തരുന്നു കേട്ടോ. അവർക്ക് കച്ചവടത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും. ഇപ്പോൾ കുനാഫൻ്റെ അലുവയും മേടിച്ചു, ഒരു കറുത്ത അലുവയും മേടിച്ചു കേട്ടോ. അങ്ങനെ ഈ ഷോപ്പിൽ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ലക്ഷദ്വീപിലെ മുട്ടായി അലുവ അങ്ങനെയൊക്കെ ഉണ്ട്. കോഴിക്കോട് ഭാഗത്ത് നമ്മൾ തളിപ്പറമ്പ് കണ്ണൂർ അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, കണ്ണൂരുണ്ടോയെന്ന് അറിയില്ല, തളിപ്പറമ്പ് ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. ഇതാണ് കേട്ടോ ലക്ഷദ്വീപിൽ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് അത് ടേസ്റ്റ് ചെയ്യാൻ അവർ തന്നതാണ് കേട്ടോ, ഞങ്ങൾ മേടിച്ചിട്ടില്ല. അവരാണ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നതാണ്. വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ വേറെ ഷോപ്പിൽ കയറിയിട്ട് മുട്ടായിയൊക്കെ മേടിച്ചു. ആ ഷോപ്പിലുണ്ടായിരുന്നു, പിന്നെ വേറെ ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ അങ്ങനെ മേടിച്ചു. നല്ല മഴയായിരുന്നു. മഴയ്ക്ക് നടന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. പിന്നെ ഒരു ദിവസം മുന്നേ കേട്ടോ കോഴിക്കോട് ക്ലോക്ക് ടവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണെന്ന് പറഞ്ഞത്, കെട്ടിടം പൊളിഞ്ഞ് വീണത്. ഇതാണ് കേട്ടോ. പക്ഷെ അടുത്തേക്ക് പോകാനൊന്നും പറ്റിയില്ല, ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല, മഴയുള്ളത് കൊണ്ട് ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. പ്രത്യേകമാണ് അത് കണ്ടത് കേട്ടോ. പിന്നെ അവിടത്തേക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ തന്നെ ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് നോക്കിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് കയറി അപ്പുറം കിടക്കുകയാണല്ലോ, പിന്നെ മഴയാണ്, എല്ലാവരും മഴയും നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ട്രെയിൻ വരാൻ ലേറ്റാണ്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കാത്തിരിക്കണം കേട്ടോ. ഒരുപാടുണ്ട്, നമ്മൾ ഇറങ്ങിയ പോലെ തന്നെ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ ആരും ഇല്ലാത്ത പോലെ ഇല്ലേ. അപ്പം ഒരുപാട് ഇതായി സ്ഥലമാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നറിയില്ല. അവിടെയാണ് പൊട്ടിയത്. നിങ്ങൾ അധികം വീഡിയോയിലൊക്കെ വാർത്താ ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ ട്രെയിൻ വരാനാകുമ്പോഴത്തേക്ക് വന്ന് നിന്ന സ്ഥലം നോക്കി ഞാനടക്കം കേട്ടോ. എല്ലാവരും ഇതുപോലെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളും കൂടി നിന്നു. നമ്മൾ കണ്ണാവരത്ത് നിന്ന് കയറുമ്പോൾ നമ്മൾ എത്ര ട്രെയിൻ വരുന്ന സമയത്ത് എത്ര വിട്ട് നിന്നിട്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രെയിൻ വരുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ആൾ നിൽക്കുന്നത് നോക്കി. അത്ര അടുത്താണ് കേട്ടോ നിൽക്കുന്നത്. അപകടമാണ് ഇങ്ങനെ നിൽക്കുന്നത്, പക്ഷേ അത്രക്കും ആളായിരിക്കും കേട്ടോ. ഇറങ്ങാനും കയറാനും ഒരുപാട് ആളുണ്ട്. ഇത്ര അടുത്താണ് കേട്ടോ നിൽക്കുന്നത്. ഇത്ര അടുത്ത് ഒരിക്കലും നിൽക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ട്രെയിൻ കയറണം, പിന്നെ അതുപോലെ തന്നെ സീറ്റും കിട്ടൂല, ഒരുപാട് ആളുണ്ട് കയറാൻ. അതുപോലെ തന്നെ ഇറങ്ങാനും ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിലും ഉണ്ട് ആൾ കേട്ടോ. അങ്ങനെ നമ്മൾ കയറി നോക്കി, ചെറിയൊരു സീറ്റൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. നേരെ ഞങ്ങൾ നാട്ടിലെത്തിയ ശേഷം ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ കോഴിക്കോടിൽ പോയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.